വെൽക്കം ടു ആൾ ഇൻ ദിസ് ക്ലാസ്. വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് തുടരുക. അതോടൊപ്പം തന്നെ വിക്ടേഴ്സ് ചാനലിലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജസ്റ്റ് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. നമുക്കറിയാം ഈ ചാപ്റ്ററിൻ്റെ 75 അല്ലെങ്കിൽ 80% ഓൾറെഡി വി ഡിസ്കസ്ഡ് ഇൻ +1 ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ അത് അല്ലെങ്കിൽ 75-80% നമുക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക, +1 ക്ലാസ്സിലൊന്ന് ഓർത്തെടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ +1 നോട്ട്ബുക്സ് ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ട്സ് പ്രത്യേകിച്ച് നൽകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും എന്തൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ ക്യാരക്ടർ സെറ്റ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് +1. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക, നല്ല സ്പീഡിൽ പറഞ്ഞു പോകാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു C++ ഈസ് യൂസ്ഡ് ടു മേക്കിംഗ് സം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്താ പറയുക പ്രോഗ്രാംസ് അല്ലേ. അപ്പോൾ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെറ്റ് ഓഫ് കോഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നുള്ള സെറ്റ് ഓഫ് കോഡ്സ് എന്നുള്ളതാണ്. അന്ന് ഈ കൂടുതലായിട്ട് പാക്കിലേക്ക് പോകുന്നില്ല. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ പോകുമല്ലേ എന്തായിരുന്നു വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഹാർഡ്വെയർ. കാണാൻ തൊടുവാൻ കഴിയുന്ന ഭാഗങ്ങളെ നമ്മൾ ഹാർഡ്വെയർ എന്നും സെറ്റ് ഓഫ് പ്രോഗ്രാം കോഡ്സിനെ നമുക്ക് എന്താ പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ, നമ്മൾ പറയുന്നത് ഏതൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും നമ്മൾ മലയാളം ആയിക്കോട്ടെ, അറബിക് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിന് സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ടായിരിക്കും that we used in that particular language. അപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ABCD, നമ്മൾ മലയാളം എടുക്കുകയാണെങ്കിൽ A അങ്ങനെ പറയുന്ന സിമ്പിൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ C++ൽ ഉപയോഗിക്കുന്ന ചില സിമ്പിൾസുകൾ അതിൻ്റെ സെറ്റിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ക്യാരക്ടർ സെറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുക എന്നുള്ളതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകാം. നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും A to Z, A മുതൽ Z വരെ. പിന്നെ നമ്പേഴ്സ് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്. പിന്നെ ചില സ്പെഷ്യൽ സിമ്പിൾസുകൾ ഒക്കെ വരുന്നത് നമ്മൾ +1 ക്ലാസ് അല്ലെങ്കിൽ +1 നോട്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ സിമ്പിൾസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും അല്ലേ, ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിനെ നമ്മൾ ജനറലായിട്ട് പറയുന്ന പേരാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. നമ്മൾ C++ൽ ടോക്കൺസ് മെയിൻലി ഡിവൈഡഡ് ഇൻടു 5 types. First one is identifiers, second one is keywords, third one is literals, and fourth one is punctuators, and last one is operators. അപ്പോൾ നമുക്ക് ടോക്കൺസ് ഏതൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഒരു സെൻറ്റൻസ് അല്ലേ, ഒരു സെൻറ്റൻസ് നമുക്ക് ഓർത്ത് വെക്കണം. എന്താണ് ഓർമ്മ? പ്രീ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ C++ ഡെവലപ്പ് ചെയ്ത ആളുകൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ചില വർക്കുകൾ, അതിന് ചില മീനിങ്സുകൾ അവർ തന്നെ നൽകിയിട്ടുണ്ട്. If you want to that particular meaning in the program, you can just use that words. That's all. അതിന് എക്സാമ്പിൾസ് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റീജർ എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റ്, അതേപോലെ ക്യാരക്ടറിനെ സൂചിപ്പിക്കാൻ വേണ്ടി CHAR, വോയിഡ്, ഫ്ലോട്ട്, ബ്രേക്ക്, ഈഫ്, എൽസ്, സ്വിച്ച് അല്ലെ, കണ്ടിന്യൂ, return. These are some examples of keywords. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കുക, കീവേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് വേർഡ്സ് എന്നുള്ള
ആ ഒരു സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനടക്കം പബ്ലിക് എക്സാമിനടക്കം ചോദിച്ച ക്വസ്റ്റ്യനാണ് ടോക്കൺസിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വാക്കുകൾ എന്തായാലും നിങ്ങൾക്ക് ഒരു C++ പഠിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും പഠിക്കൽ നിർബന്ധമുള്ള വേർഡ്സ്, കീവേഡ്സ്. അപ്പോൾ കീവേഡ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ. പ്രീ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചുള്ള ചില വാക്കുകളാണ്. അതായത് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ C++ ലെവലിൽ ഇറ്റ് ഗീവ്സ് സം സ്പെഷ്യൽ മീനിങ്സ് ടു കമ്പയർ. എന്ന് പറഞ്ഞാൽ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ പറഞ്ഞ ഒരു സെന്റൻസ് എന്താണ് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് യൂസർ എന്ന് പറയുമ്പോൾ ആരാണ്? പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്യുന്ന വാക്കുകൾ. പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്യേണ്ട അവസ്ഥ, വാക്കുകൾ ഡിഫൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ എന്നാലോചിച്ചാൽ വേരിയബിൾസിന് പേര് നൽകുക. അതേപോലെ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ട ഫംഗ്ഷന് പേര് നൽകുക. ഇതൊക്കെ നമ്മൾ കോമൺ ആയി കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ അതിനൊരു പേര് നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ ആയിട്ടൊരു പേര് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രശ്നം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് പഠിക്കട്ടെ. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക. യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എ, ബി, സം, നം എന്നൊക്കെ നമുക്ക് വേരിയബിൾസിന് പേര് നൽകാവുന്നതാണ്. അല്ലെങ്കിൽ ഫംഗ്ഷന് നമുക്ക് വ്യത്യസ്തമായുള്ള പേരുകൾ നൽകാം. സം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഫംഗ്ഷന് പേര് നൽകാം. ആഡ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഫംഗ്ഷന് പേര് നൽകാം. ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. എന്ന് പറയുമ്പോൾ യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ത് പേര് നൽകണം എന്നുള്ളത്. അത്തരം വേർഡ്സിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് പറയുന്നത്? കോൺസ്റ്റൻസ് എന്നുള്ളതാണ് അല്ലേ. ചില പ്രത്യേക വാല്യൂസിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എന്താക്കിയൊക്കെ ഉണ്ടായിട്ട് വരും? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് കോൺസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റൻസ് പല തരത്തിലുണ്ട്. അത് ഡാറ്റ ടൈപ്പിനനുസരിച്ചിട്ട് ഇൻറ്റീജർ കോൺസ്റ്റൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്, അങ്ങനെ പല ഡാറ്റ ടൈപ്പിനനുസരിച്ച് നമ്മൾ പല ടൈപ്പുകളായിട്ട് പറയും. അപ്പോൾ ഇൻറ്റീജർ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ 5 is an example of integer constant. Like 5.5 is an example of floating point constant. അല്ലേ? അപ്പോൾ അത് ഏത് ഡാറ്റ ടൈപ്പിൽ പെട്ടതാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം ഓപ്പറേഷൻ സഹായിക്കുന്ന സിംബൽസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് പലതരത്തിലുണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലേ. ഈ പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, മോഡ് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഇക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് രണ്ട് റിലേഷണൽ എക്സ്പ്രഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഇത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടോക്കൺസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് എന്താണ്? ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ച്, ഡാറ്റയുടെ നാച്ചർ അനുസരിച്ചിട്ട് അതിനെ പല ടൈപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ. അതിനാണ് ഡാറ്റ ടൈപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്പർ പോയിന്റ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അല്ലേ. പോയിന്റ് ഇല്ലാത്തതിന് എന്താ പറയുക നമ്മൾ? അല്ലെങ്കിൽ ഫ്രാക്ഷൻ പാർട്ട് ഇല്ലാത്ത നമ്പറിന് എന്താ പറയുക? ഇൻറ്റീജർ നമ്പർ എന്ന് പറയും. ഫ്രാക്ഷൻ പാർട്ടോട് കൂടിയതിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് പറയാം. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റ്, പിന്നെ ഫ്ലോട്ട്, പിന്നെ ക്യാർ, CHAR, പിന്നെ വോയിഡ്, പിന്നെ ഡബിൾ. ഇത് ഒരു വേരിയബിൾ ഡിക്ലെയർ, വേരിയബിൾ ഡിക്ലറേഷൻ ചില ഫോർമാലേ പോകുന്നല്ലേ. എന്തായാലും ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, സെമിക്കോളൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് ഞാനിപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് എഴുതി, വേരിയബിളിന് എ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു, സെമിക്കോളൻ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പലതവണ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പ്രോഗ്രാംസ് ഒരുപാട് എഴുതും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താ മീൻ ചെയ്യുന്നത്? എ എന്ന പേരിലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എ എന്തിനെ ഡിനോട്ട് ചെയ്യുന്ന? ഒരു മെമ്മറി ലൊക്കേഷനെ ഡിനോട്ട് ചെയ്യണം അല്ലേ.
അതിൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക? ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അതുകൂടാതെ ആ എ റെപ്രസെന്റ് ചെയ്യുന്ന മെമ്മറി എത്ര ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും? 4 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. 4 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ ഫ്ലോട്ട് ചെയ്യാനാണ് എഴുതിയിരിക്കുന്നതെങ്കിലും 4 ബൈറ്റ്സ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക. CHR എന്ന് എഴുതുകയാണെങ്കിൽ 1 ബൈറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക. വോയിഡ് പിന്നെ നമ്മൾ നൾ വാല്യൂവിന് റെപ്രസെന്റ് ചെയ്യാനുള്ളതാണ്, കാര്യമില്ല. പിന്നെ ഡബിൾ എന്ന് പറയുന്നത് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാനുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 8 ബൈറ്റ്സ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റ ടൈപ്സ് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകേണ്ട കേസേ ഉള്ളൂ. നമ്മളെല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നെക്സ്റ്റ് വരുന്നൊരു ഭാഗമാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ടൈപ്പ് മോഡിഫയേഴ്സ്? പറഞ്ഞോ, നമുക്ക് നമ്മുടെ ഡാറ്റ ആ പേരിലുണ്ട്. ടൈപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഡാറ്റ ടൈപ്പ് എന്നുള്ളതാണ്. അതിനെ മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡാറ്റ ടൈപ്പ് ഏതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പണ്ടുള്ള ഡാറ്റ ടൈപ്സ് എടുക്കുന്നത് പറഞ്ഞതാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് എങ്ങനെ ഓരോന്നിനും എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തുക, അതിൻ്റെ സൈസിൽ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂസിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ സാധിക്കുന്ന കീവേഡ്സ്, അതാണ് ഈ ടൈപ്പ് മോഡിഫയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ടൂർ പോകുമ്പോൾ ഒരു ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാഗിൽ ചില ബാഗുകൾ ട്രാവലിംഗ് ബാഗിലൊക്കെ അടിയിലൊരു സിബ് ഉണ്ടാവും അല്ലേ. എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സിബ് തുറന്നിട്ട് കൂടുതൽ സാധനങ്ങളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ക്ലോസ് ചെയ്ത് നോക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ച് കൂട്ടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കീവേഡ്സിനെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട് എന്ന് പറയുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ എന്താ പറയുന്നതാണ് എക്സ്പ്രഷൻസ്. എന്താണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറാൻഡ്സ്. ഓപ്പറേറ്റേഴ്സുകളും ഓപ്പറാൻഡ്സും ചേർന്നതാണ് എന്ത് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് എക്സ്പ്രഷൻസ് ഉണ്ട്. അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്, റിലേഷൻ എക്സ്പ്രഷൻസ് ഉണ്ട്, ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾസ് പറയാം, നമ്മളിപ്പോൾ 1+2 എന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് അരിത്മെറ്റിക് എക്സ്പ്രഷൻ. കാരണം എന്താ, ഇവിടെ അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആയാലും പ്ലസ് ആണ് ഉപയോഗിച്ചത്, അത്ര മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. ഏത് ഓപ്പറേറ്റർ ആണോ ആ എക്സ്പ്രഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പേര് ഇന്ന തരത്തിലുള്ള എക്സ്പ്രഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അരിത്മെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതേപോലെ 1 <2 എന്നാണ് എഴുതിയിരിക്കുന്നത്, we used relational operator less than, so it is called relational expression. അതേപോലെ നമ്മളിപ്പോൾ ജസ്റ്റ് തൊട്ടുമ്പോൾ പറഞ്ഞു ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, റിലേഷൻ എക്സ്പ്രഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു റിലേഷൻ എക്സ്പ്രഷൻ നമ്മൾ എഴുതി, പിന്നെ വേറൊരു റിലേഷൻ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതി. ഇതിന് ആൻസർ എന്നൊക്കെ പറയണില്ല, ഇവിടെ ഞാൻ ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ കൊടുത്തു. ഏത് ഓപ്പറേറ്റർ? ലോജിക്കൽ ഓപ്പറേറ്റർ കൊടുത്തു. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയാം. കാരണം എന്താ, ഹിയർ വി യൂസ് ലോജിക്കൽ ഓപ്പറേറ്റർ, ദാറ്റ്സ് ദ റീസൺ. അത്ര മാത്രമേ ഉള്ളൂ. ഏത് ഒരു എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ ഏത് തരത്തിലുള്ള ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് അരിത്മെറ്റിക് എക്സ്പ്രഷൻ ആണോ, റിലേഷൻ എക്സ്പ്രഷൻ ആണോ, ലോജിക്കൽ എക്സ്പ്രഷൻ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. അതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു വേരിയബിളിനെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ജനറൽ ഫോർമാറ്റ് ഓർമ്മണം. എന്തായിരുന്നു? വേരിയബിൾ നെയിം, ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, സെമിക്കോളൻ. ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫണ്ട് ഡാറ്റ ടൈപ്സ് ആയിരുന്നു ആവാം. പിന്നെ അതേപോലെ വേരിയബിൾ നെയിം. ഓക്കെ, വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഐഡന്റിഫയർ. സോ യൂസർ ക്യാൻ ഗീവ് ദാറ്റ് നെയിം. ഓക്കെ, പിന്നെ ശേഷം ലാസ്റ്റ് സെമിക്കോളൻ. എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് ഇവിടെ ഇൻഡ് എ, അതായത് ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, സെമിക്കോളൻ. എന്താ ഇത് അർത്ഥമാക്കുന്നത്? ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന പേര്
ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള 4 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആവശ്യപ്പെടില്ല പ്രോഗ്രാമിൽ വേരിയബിൾസിന്റെ ആവശ്യം. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂസ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ, പ്രോഗ്രാമിലേക്ക് നൽകണമെങ്കിൽ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യണം അല്ലേ. താൽക്കാലികമായിട്ട് ഒരു മെമ്മറിയിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ അലോക്കേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഈ സീനൊക്കെ നമ്മൾ ഒരുപാട് പരിചയമുള്ളതാണ്. സീൻ, സി ഔട്ട് ഒക്കെ. സീനും സി ഔട്ടും ഒക്കെ എന്താണ്, കീവേഡ്സുകളാണ്. സീൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള കീവേഡാണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെയാണ് സൂചിപ്പിക്കുന്നത് സി ഇൻ എന്നുള്ള കീവേഡ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡിലൂടെ സീൻ എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എന്നൊരു വേരിയബിൾ കേട്ടോ. സി ഇൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത് ഇതിലൂടെ, കീബോർഡിലൂടെ, അല്ലെങ്കിൽ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അവിടെ സീൻ എന്ന് പറയുന്ന ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേറ്റർ അല്ലേ, ഈ ഓപ്പറേറ്റർ എന്ത് ഓപ്പറേറ്ററാണ്, ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഇത് വേറെ ഇതിപ്പോൾ ജസ്റ്റ് സീൻ എ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സീൻ എ ബി സി ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വേരിയബിൾസും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സീൻ എ സെമിക്കോളൻ, അടിയിൽ സീൻ ബി സെമിക്കോളൻ, അടിയിൽ സീൻ സി സെമിക്കോളൻ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതിന് പകരമായിട്ടൊരു എളുപ്പ വഴിയാണത് സീൻ എ ബി സി എന്ന് പറഞ്ഞാൽ എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളൊരു പേര് പറഞ്ഞിരുന്നു. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഓപ്പറേറ്ററോ ഔട്ട്പുട്ട് ഓപ്പറേറ്ററോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പേര് പറഞ്ഞിട്ടുണ്ടോ, കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ പറയുമ്പോൾ ആണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സി ഔട്ട് എ ഒരു ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, മോണിറ്റർ അല്ലേ. കമ്പ്യൂട്ടർ മോണിറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ മോണിറ്റർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലൂടെ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ ആ മോണിറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, ആ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് സി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സി ഔട്ട് ഇറ്റ്സ് റെപ്രസെന്റ്സ് ഔട്ട്പുട്ട് അല്ലെ, ഔട്ട്പുട്ടിങ് സം വാല്യൂസ്. ഓക്കെ, എന്താണെന്നുള്ള ഇവിടെ കൊടുത്തത് എ എന്ന് പറയുമ്പോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ എഴുതിയിരിക്കുന്നത് ഒരു വേരിയബിളിന്റെ പേര് എഴുതിയുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് സി ഔട്ടിൽ എപ്പോഴും വേരിയബിളിനെ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. വേറെ പലതരത്തിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ സി ഔട്ട് ഹാലോ എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഔട്ട് എന്ന് എഴുതിയിട്ട് ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുന്നതാണ്, അത് അതുപോലെ ഔട്ട്പുട്ട് ചെയ്യുന്നതായിരിക്കും, അതുപോലെ ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സി ഔട്ട് ഹലോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹലോ എന്നുള്ളതാണ് അവിടെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഔട്ട്പുട്ട് ചെയ്യാം. ഇവിടെ വേറെ കാസ്കേഡിങ് വേറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, സി ഔട്ട് എ ബി സി. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആയപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആയപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ഇടയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സി ഔട്ട് എ ബി സി എന്ന് പറഞ്ഞാൽ എ ബി സി റെപ്രസെന്റ്സ് 3 വേരിയബിൾസ്. ഓക്കെ, അതിൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസ് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഇവിടെ ഡബിൾ കോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇനി വേറെ എക്സാമ്പിൾ സി ഔട്ട് സം ഓഫ് n numbers equal to sum. ഇവിടെ സം ഓഫ് എന്ന് പറയുന്നത് ഡബിൾ കോഡ്സ് കൊടുത്തിട്ടുണ്ട്, n എന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ കൊടുത്തിരിക്കുകയാണ്, നമ്പേഴ്സ് എന്നുള്ളത് ഡബിൾ കോഡ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സ് ഈക്വൽ ടു എന്നുള്ളത്, പിന്നെ സം എന്നുള്ളതും ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് n സം എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. മറ്റേത് നമ്മൾ എന്താണോ ഡബിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അത് അതേപോലെ പ്രിന്റ് ചെയ്യും. എന്തെങ്കിലും എന്താണ് നമ്മൾ സിംഗിൾ കോഡ്സും ഡബിൾ കോഡ്സും അല്ലാതെ ജസ്റ്റ് സി ഔട്ടിന്റെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ജസ്റ്റ് വേരിയബിൾ മാത്രം എഴുതി കഴിഞ്ഞാൽ അതിലെന്താണോ ആ സമയത്ത് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതായിരിക്കും എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സി ഔട്ട് സം ഓഫ് n നമ്പേഴ്സ് ഈക്വൽ ടു സം എന്ന് പറഞ്ഞാൽ സം ഓഫ് എന്നുള്ളത് അതേപോലെ പ്രിന്റ് ചെയ്യും. എന്ന് പറയുന്ന വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ അത് പ്രോഗ്രാമിന്റെ റൺ ചെയ്യുന്ന സമയത്ത് അതിൽ കിട്ടുന്ന വാല്യൂസിനനുസരിച്ചിരിക്കും. ജസ്റ്റ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിൽ എന്താണെന്ന് വെച്ചാൽ അത് പ്രിന്റ് ചെയ്യും, നമ്പേഴ്സ് ഈക്വൽ ടു ഉള്ളത് അതേപോലെ പ്രിന്റ് ചെയ്യും, സം എന്ന് പറയുന്ന വേരിയബിൾ എന്താണെന്നുള്ളത് വെച്ചാൽ അത് ആ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, പിന്നെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ഏതാണെന്നുള്ളതാണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് എഴുതിയിരിക്കുന്നത്, ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മളെ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം വെച്ചാൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ട്
ഓപ്പറേറ്റേഴ്സ് വന്നിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടും നമ്മൾ ഈക്വൽ ടു തന്നെ പറയാം. പക്ഷെ ഇത് നമ്മൾ അസൈൻമെന്റ്, ഇത് അസൈൻമെന്റ് ഓപ്പറേറ്ററും ഇത് വേറൊരു ഓപ്പറേറ്ററാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ടതാണോ? റിലേഷണൽ ഓപ്പറേറ്ററിൽപ്പെട്ട ഈക്വൽ ടു എന്ന് പറയുമ്പോൾ റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സംഖ്യകൾ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിലേക്ക് ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഈ ഓപ്പറേറ്റർ. നേരെ മറിച്ച് ഇതോ ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള സ്റ്റേറ്റ്മെന്റാണ് എന്ന് പറയുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിൾസ് എഴുതുന്നത് a equal to 25, a equal to b plus c എന്ന് പറയും. a equal to 25 means the value 25 assigned to അല്ലെങ്കിൽ stored to the variable a. a എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇവിടെ ഇതിപ്പോൾ ജസ്റ്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ഒന്നും എഴുതിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സ്, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിൾ പ്രോഗ്രാം ഡിക്ലെയർ ചെയ്യണം കേട്ടോ, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആ വേരിയബിളിലേക്ക് 25 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ a equal to b plus c എന്ന് എഴുതുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ബിയും സിയും ഒക്കെ എന്താണ്? വേരിയബിൾസ് ആണ്. അപ്പോൾ ബിയും സിയിലും ഉള്ള വാല്യൂസിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ വാല്യൂ ആണ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചാൽ ഇവിടെയൊക്കെ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും ഇടതുഭാഗത്ത് ഈക്വൽ ടു എന്ന് പറയുന്ന ഈ ഓപ്പറേറ്ററിന്റെ ഇടതുഭാഗത്ത് എപ്പോഴും ഒരു വേരിയബിൾ ആണ് ഉപയോഗിക്കുക. കാരണം ഇന്നതിലേക്ക് സ്റ്റോർ ചെയ്യാന്നുള്ളതല്ല. അപ്പോൾ അതിലേക്ക് എപ്പോഴും ഒരു വേരിയബിൾ ആണ് ഇവിടെ ഉപയോഗിക്കുക. റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ വേരിയബിൾസും ആവാം. ഉദാഹരണമല്ല 25 ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അപ്പോൾ 25 എന്ന് പറയുന്ന വാല്യൂവിനെ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് അർത്ഥം. ബി പ്ലസ് സി എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്. അപ്പോൾ ബിയിലെയും സിയിലെയും ആ വേരിയബിൾസിലുള്ള വാല്യൂവിനെയാണ് അതിന്റെ തുകയാണ്, അതിന്റെ സമ്മാണ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പ്ലസ് സി അസൈൻമെന്റ്, മാത്തമാറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതായത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സും അസൈൻമെന്റ് ഓപ്പറേറ്ററും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു. ഓക്കെ. അപ്പോൾ അവിടെ n പ്ലസ് ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു 2 എന്ന് n പ്ലസ് ഈക്വൽ ടു 2 എന്ന് എഴുതി കഴിഞ്ഞാൽ മീനിങ് എന്ന് n ഈക്വൽ ടു n പ്ലസ് 2 എന്നാണ് അർത്ഥം. അതായത് എന്നിലുള്ള ഇപ്പോൾ ഉള്ള വാല്യൂ എന്താണോ അതിലൂടെ 2 കൂട്ടിയിട്ട് ലഭിക്കുന്നൊരു തുകൊണ്ട് അത് വീണ്ടും എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, എന്നിലേക്ക് തന്നെ. അപ്പോൾ എന്നിലിപ്പോൾ 1 ആണെന്ന് വിചാരിക്കാം, എന്നിലിപ്പോൾ 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ n ഈക്വൽ ടു n പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ? 1 പ്ലസ് 2 എന്നായി അല്ലേ? അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ ഇതിന് സംബന്ധം 3 എന്നാണ് അല്ലേ? അപ്പോൾ ആ 3 ആണ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുക, എന്നിലേക്ക്. അപ്പോൾ എന്നിൽ ആദ്യം 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് 3 ആണ്. അടുത്ത ടോപ്പിക് ആയിരുന്നു കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. പ്രോഗ്രാം കൺട്രോളിനെ നമുക്ക് പ്രോഗ്രാം കൺട്രോളിനെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണിത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൺട്രോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതില്ലാങ്കിൽ എന്താണ് സാധാരണ ലെവലിൽ ഒരു പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? നോർമൽ എക്സിക്യൂഷൻ അല്ലേ? നോർമൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു 10 ലൈൻസ് ഓഫ് കോഡ്സിൽ ഒരു പ്രോഗ്രാമിൽ ആദ്യം 1ാമത്തെ ലൈൻ, പിന്നെ 2ാമത്തെ ലൈൻ, പിന്നെ 3ാമത്തെ, പിന്നെ 4ാമത്തെ ലൈൻ, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതാണ് നോർമൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഈ നോർമൽ എക്സിക്യൂഷനിൽ മാറ്റം വരുന്നത് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് if you want to alter the normal execution of a program we used control structures. Okay, control structures mainly classified into 2 types. ഏതൊക്കെയാണെന്ന് decision making statements and looping statements. Loop statements decision making statements എന്ന് പറയുമ്പോൾ അത് if ഉണ്ട്, സിമ്പിൾ if ഉണ്ട്, if else ഉണ്ട്, else if ladder, switch, അങ്ങനെ പലതരത്തിലുള്ള decision making statements. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ഡിസിഷൻ മേക്കിംഗ് ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എവിടേക്ക് പോകണം അല്ലെങ്കിൽ ആ പ്രോഗ്രാം കൺട്രോളിനെ എങ്ങോട്ട് മാറ്റണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ വരുന്നതാണ് വൈല്. നമുക്ക് പഠിക്കേണ്ട 3 ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വൈല്, ഡു വൈൽ, ഫോർ. ഫസ്റ്റ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു, if എൽസ്, ഇതിനൊക്കെ സ്ട്രക്ചേഴ്സ് എന്തായാലും എല്ലാവരും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്ന സംഭവം. ഞാനിപ്പോൾ അതിലേക്ക് സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടും അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഡൗട്ട്സ് എന്നോട് ചോദിക്കുക, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച്
ഒരു 5 ഘടകങ്ങൾ വരണം അല്ലേ? ഏതൊക്കെയെന്ന് നോക്കണം. ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടായിരിക്കും. പിന്നെ ആ വേരിയബിളിന് ലഭിക്കുന്ന വാല്യൂവിനനുസരിച്ചാണ് ആ ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എല്ലാം എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? എന്താണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമുക്കൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സെയിം സെറ്റ് ഓഫ് കോഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഇപ്പോൾ ഇഫ് എൽസ് എന്ന് പറഞ്ഞ പോലെ തന്നെ വൈൽ ഡു വൈൽ ഫോറിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ അല്ലെങ്കിൽ സിൻടാക്സ് ഉണ്ട്. ആ സിൻടാക്സ് എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് അറിയാതെ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ബോർഡിൽ എഴുതുകയും നോട്ട്ബുക്കിൽ എഴുതിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയും അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ, ഞാൻ എക്സിക്യൂഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. പിന്നെ നമ്മൾ പറഞ്ഞ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിൽ വൈലായിക്കോട്ടെ, ഡു വൈലായിക്കോട്ടെ, ഫോർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ പറഞ്ഞ കുറച്ച് എല്ലാത്തിനും ഉണ്ടായിരുന്ന ചില എലമെന്റ്സുകൾ ഉണ്ട്. അതിൽ ഒന്നാമത് നമുക്ക് പറഞ്ഞത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടായിരിക്കുന്നു. പിന്നെ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു ഇനീഷ്യൽ വാല്യൂ നൽകാൻ വേണ്ടി ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. പിന്നെ ലൂപ്പിനൊരു ബോഡി, ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ട്രൂ ആണെങ്കിൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സെറ്റ് ഓഫ് കോഡ്സ്, അതാണ് ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്, അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ കൂട്ടുകയോ കുറക്കുകയോ. സാധാരണ ലെവലിൽ നമ്മൾ കൂട്ടി ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എഴുതല്. ചില സന്ദർഭങ്ങളിൽ ഡിക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത് ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. അപ്പോൾ അത്ര ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു ലൂപ്പിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് ഒരു